ട്രൂ കോളർ ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് 8ന്റെ പണി വരുന്നുണ്ട്. പുതിയൊരു ടെലഗ്രാം ബോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ ബോട്ടിലേക്ക് നമ്മൾ ആരുടെയെങ്കിലും ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ നമ്പറിൻ്റെ ഉടമയുടെ ഫോണിൽ ആരുടെയൊക്കെ കോൺടാക്റ്റ് നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ കോൺടാക്റ്റ് ലിസ്റ്റ് മുഴുവൻ നമുക്ക് ഈ ടെലഗ്രാം ബോട്ട് കാണിച്ചു തരുന്നതാണ്. അതായത് എൻ്റെ ഫോൺ നമ്പർ കൈവശമുള്ള ആർക്ക് വേണമെങ്കിലും ഈ ഫോൺ നമ്പർ ആ ടെലഗ്രാം ബോട്ടിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എൻ്റെ കോൺടാക്റ്റ് ലിസ്റ്റിലുള്ള മുഴുവൻ ആൾക്കാരുടെ ഡീറ്റെയിൽസും ഇയാൾക്ക് ലഭിക്കുന്നതാണ്. നമ്മൾ അമ്മയുടെയും പെങ്ങന്മാരുടെയും കുട്ടികളുടെയും ഒക്കെ ഫോൺ നമ്പർ വളരെ കൃത്യമായിട്ട് ഇതിൽ സേവ് ചെയ്ത് വെച്ചിട്ടില്ലേ? അപ്പോൾ ഇതൊക്കെ ഏതൊരുത്തന് വേണമെങ്കിലും എടുക്കാനും ആക്സസ് ചെയ്യാനും ഒക്കെ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാര്യത്തിൻ്റെ ഗൗരവം ഒന്ന് ചിന്തിച്ച് നോക്ക്. നമ്മൾ ട്രൂ കോളർ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇത് നമ്മുടെ പേഴ്സണൽ ഡാറ്റ മാത്രമല്ല ശേഖരിക്കുന്നത്, നമ്മുടെ ഫോണിൽ കിടക്കുന്ന മുഴുവൻ കോൺടാക്റ്റും അങ്ങ് എടുത്തു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ സൈറ്റിൽ അത് അപ്ഡേറ്റ് ചെയ്യും. നമ്മളെ ഒരാൾ കോൾ ചെയ്യുമ്പോൾ കോളർ ഐ ഡിയിൽ അയാളുടെ പേര് ഇവരെങ്ങനെ കാണിക്കുന്നതെന്ന് നിങ്ങൾക്കറിയുമോ? നമ്മുടെയൊക്കെ കോൺടാക്റ്റ് ലിസ്റ്റിൽ നിന്ന് ശേഖരിക്കുന്ന പേരുകളിൽ നിന്ന് പൊതുവായിട്ടുള്ള പേര്, ഇപ്പം നമ്മളൊക്കെ നമ്മുടെ അമ്മ അച്ഛൻ എന്നൊക്കെ ആയിരിക്കും സേവ് ചെയ്തിട്ടുണ്ടാകുക. പക്ഷേ മറ്റുള്ളവരങ്ങനെയല്ല, അവരുടെയൊക്കെ കൃത്യമായ പേരുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പേരാണ് നമുക്കൊക്കെ ഒരാൾ കോൾ ചെയ്യുമ്പോൾ കാണിക്കുന്നത്. ഒന്നാമത് ട്രൂ കോളർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ പറയുന്നുണ്ട് നമ്മുടെ ഡാറ്റ അവർ ഉപയോഗിക്കും, സെയിൽ ചെയ്യും, എല്ലാം ചെയ്യും. അതൊക്കെ അനുമതി കൊടുത്തിട്ടാണ് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോൺടാക്റ്റ് ഇവർക്ക് ആർക്ക് വേണമെങ്കിലും സെയിൽ ചെയ്യാം. അതുപോലെ തന്നെ ഈ ട്രൂ കോളറിൻ്റെ വെബ്സൈറ്റ് ഒരിക്കലും സേഫ് അല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ടെലഗ്രാം ബോട്ട് അറിയാം. നമ്മളിപ്പോൾ അതിലൊരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ പേര് വിവരങ്ങൾ ലഭിക്കും. അത് ഏതിലുള്ള വിവരങ്ങളാണ് ലഭിക്കുക? ട്രൂ കോളറിൽ കാണിക്കുന്ന അതേ പേര് തന്നെയാണ് നിങ്ങൾക്ക് ആ ടെലഗ്രാം ബോട്ടിലും ലഭിക്കുന്നത്. അതുപോലെ വളരെ പണ്ട് കാലത്താണ് ഞാൻ ട്രൂ കോളർ ഇൻസ്റ്റാൾ ചെയ്തത്. അന്നൊന്നും എനിക്കറിയില്ല ഇത്തരത്തിൽ ഡാറ്റ ട്രൂ കോളറിലൂടെ ലീക്കാകുമെന്ന്. അന്ന് ചോർന്ന എൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോഴും ഡാർക്ക് വെബിലും ഇൻ്റർനെറ്റിലും ഒക്കെ അവൈലബിൾ ആണ്. ഇത് എൻ്റെ ട്രൂ കോളറിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇതിനെക്കുറിച്ചിട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു, എങ്ങനെയാണ് നമ്മുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ലീക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടെത്താമെന്നുള്ള വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിൽ എൻ്റെ ഇമെയിൽ അഡ്രസ്സ്, എൻ്റെ പേര്, എൻ്റെ ജെൻഡർ, എൻ്റെ ഫേസ്ബുക്ക് ID വരെ ഇതിൽ കൃത്യമായിട്ടുണ്ട്. ഈ ആർക്ക് വേണമെങ്കിലും ഈ ഡീറ്റെയിൽസൊക്കെ ശേഖരിക്കാനും സാധിക്കും. അപ്പോൾ ഒരു സ്കാമർക്കൊക്കെ നമ്മുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ചീറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇതൊക്കെ എൻ്റെ പഴയ ഡീറ്റെയിൽസ് ആണ്. ഈ ഫേസ്ബുക്ക് ID പോലും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. അതുപോലെ തന്നെ എൻ്റെ ഇമെയിൽ ID മാറിയിട്ടുണ്ട്. നിങ്ങളൊക്കെ ഇപ്പോഴും ട്രൂ കോളർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെതൊക്കെ അപ്ഡേറ്റ് ആണ്. അതായത് നിങ്ങളുടെ എക്സാക്റ്റ് ലൊക്കേഷൻ വരെ ട്രൂ കോളർ അതിൻ്റെ സൈറ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം എന്തെന്നാൽ ഇപ്പോൾ എയർടെൽ പുതിയ സ്പാം കോൾ കണ്ടെത്താനുള്ള AI സാങ്കേതിക വിദ്യയൊക്കെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെന്ന വാർത്തയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? ഇതിൻ്റെ സത്യം എന്തെന്നാൽ ഇവരൊക്കെ ഉപയോഗിക്കുന്നത് ഈ ട്രൂ കോളറിൻ്റെ ഡാറ്റാബേസ് ആണ്. LIC ഏജൻ്റായ ഒരു സുഹൃത്തുണ്ട് എനിക്ക്. അവൻ കോൾ ചെയ്യുന്ന സമയത്ത് ട്രൂ കോളർ കാണിക്കാൻ LIC ഫ്രോഡ് എന്ന് പറഞ്ഞിട്ടാണ്. അതായത് ആരൊക്കെ ചേർന്ന് അവന് പണി കൊടുത്തതാണ്. ട്രൂ കോളറിൽ എങ്ങനെ കോൾ ചെയ്താലും അതിൽ കാണിക്കാൻ LIC ഫ്രോഡ് എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പോൾ എയർടെലും ഈ സ്പാം കോൾ കണ്ടെത്തുന്ന ഓപ്ഷൻ കൊണ്ടുവന്നല്ലോ. ഇപ്പോൾ എയർടെൽ നമ്പറുള്ള ആർക്കെങ്കിലും അവൻ കോൾ ചെയ്യുന്ന സമയത്ത് അവർക്കൊക്കെ കാണിക്കുന്നത് ഇതേ LIC ഫ്രോഡ് എന്നുള്ളതാണ്. അപ്പോൾ ഈ എയർടെലൊക്കെ എവിടുന്നാണ് ഡാറ്റ കളക്ട് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതിനൊക്കെ പുറമെ നമുക്കിടയിൽ ജീവിക്കുന്ന ചില ഞരമ്പുകളുണ്ട്. ഇവന്മാർ ട്രൂ കോളറിനകത്ത് കുറേ നമ്പറുകൾ കറക്കി കുത്തും. എന്നിട്ട് സ്ത്രീകളുടെ നമ്പർ കിട്ടുന്ന സമയത്ത് അവരെ വിളിച്ച് ശല്യം ചെയ്യുകയും വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് ശല്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രൂ കോളർ യാതൊരു തരത്തിലും നമുക്ക് സുരക്ഷിതത്വമല്ല. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടത് തന്നെയുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് നമ്മുടെ ഒരു ഫോൺ നമ്പർ ഇട്ട് കൊടുത്താൽ തന്നെ നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റ് മൊത്തം ലഭിക്കുന്ന ആ ടെലഗ്രാം ബോട്ട്. നമ്മൾ ഈ ടെക് വീഡിയോ ചെയ്യുന്നവർ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഈ ടെലഗ്രാം ബോട്ട് റിപ്പോർട്ട് ചെയ്ത് റിമൂവ് ചെയ്തിട്ടുണ്ട്. നാളെ ഇത് മറ്റൊരു പേരിൽ ഇതേ ബോട്ട് വീണ്ടും ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോഴും എൻ്റെയുള്ള പേടി എന്തെന്നാൽ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ വീഡിയോ ചെയ്യുന്ന കുറേ പുതിയ പയ്യന്മാരുണ്ട്. ഇവന്മാർ ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് പോലും ആലോചിക്കാതെ ഇതാ ഇങ്ങനെ ഒരു ടെലഗ്രാം ബോട്ടുണ്ട്, ഇതിലൂടെ നമുക്ക് എല്ലാവരുടെയും കോൺടാക്റ്റ് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ടെലഗ്രാം ബോട്ടുകൾ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കാണുന്നതിന് മുമ്പ് തന്നെ നമ്മളത് റിപ്പോർട്ട് ചെയ്ത് റിമൂവ് ചെയ്യുന്നതാണ്. അതിനായിട്ട് നമ്മളൊരു ടീം വർക്കായിട്ട് പ്രവർത്തിക്കാനൊക്കെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൂ കോളർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നിങ്ങളെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അത് ആരാണ് വിളിച്ചതെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടല്ലേ? അതിനായിട്ട് ഇത്രയും റിസ്കി ആയിട്ടുള്ളതും ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ലാത്തതുമായ ട്രൂ കോളർ പോലൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണോ? അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ ട്രൂ കോളറിൻ്റെ സെറ്റിങ്സിനകത്ത് പോയിട്ട്
ട്രൂ കോളർ ഡീആക്ടിവേറ്റ് ചെയ്യുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ റിമൂവ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രൂ കോളറിൽ നിന്ന് നിങ്ങളുടെ ഡീറ്റെയിൽസ് അൺലിസ്റ്റ് ചെയ്യേണ്ട ഓപ്ഷന് അവരുടെ വെബ്സൈറ്റിൽ കിടപ്പുണ്ട്. ഇതിനെക്കുറിച്ചിട്ടൊന്നും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതിനെക്കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ്. ഇതിൽ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് നീണ്ടുപോകും. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഈ ട്രൂ കോളറിൻ്റെ അപകടം എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് ദയവായിട്ട് അവർക്കായിട്ട് നിങ്ങളിതൊന്ന് ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഒരുപാട് അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.